ലക്ഷണല്ലേ ഒരു മനുഷ്യനെ കുറിച്ച് നുണ പറയല്? നൗഷാദ് ഹസനി, താങ്കൾ എന്നെ കുറിച്ച് ഞാൻ ഇലക്ഷൻ പ്രചാരണത്തിന് ജബ്ബാർ ഹാജിക്കെതിരെ ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങി പ്രസംഗിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിന്റെ ഇടയിൽ ക്ലിപ്പ് ഇട്ടിട്ട് ലൈവ് വിട്ടുകൊണ്ട് താൻ എന്നെ കുറിച്ച് നടത്തിയ ഈ പരാമർശം ഇത് പച്ചക്കളവല്ലേ? ഏത് തൊരീക്കത്തുകാരനാണ് താൻ? ഏത് തൊരീക്കത്തിന്റെ ആളുകളാണ്? ഏത് അസ്വഹാബുൽ വഖത്താണ് എന്നെ നിയന്ത്രിക്കുന്നത്? ഏത് അസ്വഹാബുൽ വഖത്താണ് എനിക്ക് ഇതിന് നിർദ്ദേശം തന്നത്? ആ അസ്വഹാബുൽ വഖത്ത് ലോകകളാണ്. അതുകൊണ്ടാണല്ലോ ഈ നുണ പറയാൻ നിന്നെ പ്രേരിപ്പിച്ചത്. ഇവന്റെ ഗണിയിൽ രക്ഷപ്പെട്ടോ? തമാശല്ല. എവിടെ നിൽക്കാതെ കുറെ എ പി ചാടി, കുറെ ഇങ്ങോട്ട് ചാടി, പിന്നെ അങ്ങോട്ട് തന്നെ ചാടി, പിന്നെ അവിടുന്ന് പിടിച്ച് പുറത്താക്കിയപ്പോൾ ആകെ കുറച്ചാൽ ഒളിവിൽ, പിന്നെ ഇപ്പോൾ തൊരീക്കത്തായിട്ടും എവിടെയെങ്കിലും ഉറച്ചു നിന്നിട്ട് പഠിച്ച ഇൽമനുസരിച്ച് എന്തെങ്കിലും ദഴവത്തേറ്റ് നടന്നൂടെ? ഈ മാതിരി കള്ളന്മാരെ കൂടെ കൂടിയിട്ട് അവർ പറയണ അവർ കള്ളന്മാരാണെന്ന് നീയാ പറഞ്ഞത്. നീ ആ എല്ലാ പ്രസംഗത്തിലും പറയാറുള്ളത് അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. അവരുടെ നിർദ്ദേശം അനുസരിച്ച് അസ്വഹാബുൽ വഖത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് പറഞ്ഞത്. എ പി കാരുടെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പാവപ്പെട്ട മൂമിനികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് തട്ടി വിടുന്ന വെറും പടയല്ലത്. ഈ ആദ്യ പിന്നെ പച്ച നുണ പറയാൻ വേണ്ടി നിർദ്ദേശം തരുന്ന അസ്വഹാബുൽ വഖത്ത് ആരാ? ഏതാ അസ്വഹാബുൽ വഖത്ത്? കോമാരൻ അബ്ദുള്ളേ. അയാൾ കള്ളനാണെന്നതിന് തെളിവാണിത്. എന്നെ കുറിച്ച് പച്ചയായി നുണ പറയുക, ഇല്ലെങ്കിൽ പറ ഈ പറഞ്ഞത് കളവല്ല. ഏതായാലും ഈ കുരുവട്ടൂരികളുടെ അവസ്ഥ വയ്ക്കാണ് നിങ്ങള്. ഈ കോമാടൻ നിറ്റങ്ങളെ കൊണ്ട് ഇജാതി ഓരോന്ന് പറയിപ്പിക്കും. എന്നിട്ട് കിട്ടണ മുഴുവൻ കാട്ടുവളപ്പിലും ഈ സമ്മതം വാങ്ങിയേക്കണം. കുഞ്ഞാമേതായാലും കഴിച്ചില്ലായി. ഓൻ വല്ല ദുബൈക്ക് മുങ്ങി. ഇപ്പൊ മറ്റേ വേറെ ഒന്നുണ്ടല്ലോ, നൗഷാദിനെ പഠിപ്പിച്ച ഒരു ചങ്ങായി ഉണ്ടല്ലോ, എത്തോന് മളാരിയോ എന്തോ ഒരു ഇത് പറഞ്ഞല്ലോ, ആ ചങ്ങായി ഇതിന്റെ ഒക്കെ പള്ളർച്ച കിട്ടാൻ വിധിക്കപ്പെട്ടവരാ. ആ കോമാടാണ് പുറത്ത് തുറന്നാണെങ്കിൽ തീർച്ച ഈ ഗ്ലോബൽ വില്ലേജിൽ തണ്ടി അടക്കല്ലേ. ഏതായാലും ഇത്ര വേണ്ടില്ലേനി സൽമാൻ അസരി സാർ, ഇത്രത്തോളം വേണ്ടില്ലേനി സംഭവത്തില്. നിങ്ങളെ ക്ലിപ്പ് മുറിച്ച് കട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാണെങ്കിലും എന്നാലും സംഭവം രണ്ടും ഇലക്ഷൻ തന്നെ ആണല്ലോ. ഒന്ന് SMF ആണെങ്കിലും മറ്റൊന്ന് ജില്ലാ പഞ്ചായത്തിലെ ഇലക്ഷൻ തന്നെ അല്ലേ രണ്ടും. ഇലക്ഷൻ അല്ലേ. ഇക്കോലത്തിലൊന്നും നിങ്ങളെ വേണ്ടില്ലേനി. ഏതായാലും ഒട്ടുരികളെ വല്ലാത്തൊരവസ്ഥ തന്നെയാണ്.